നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ ജനുവരി മാസം 22-ാം തീയതി തിങ്കളാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയിൽ 2000 രൂപ വാങ്ങുന്ന കർഷക ഗുണഭോക്താക്കളിൽ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഗുണഭോക്താക്കൾക്ക് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന അവർക്ക് IPPB അക്കൗണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കാർഷിക ക്ഷേമ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഡയറക്ടറേറ്റിൽ നിന്നുള്ള പ്രധാന അറിയിപ്പ് തന്നെയാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് 15,000-നും മുകളിൽ ആളുകൾക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും അവസ്ഥ ഇതിൽ കൂടുതൽ തന്നെയാണ്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലും പത്തനംതിട്ട ജില്ലകളിലും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ജില്ലകളിലും ആളുകളുടെ എണ്ണം, കർഷകരുടെ ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന കർഷകരുടെ എണ്ണം 10,000-ന് മുകളിൽ തന്നെയാണ്. 20,000-നടുത്ത് കർഷകർ ആനുകൂല്യം കിട്ടാതെ ഇപ്പോൾ ഒരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. പക്ഷേ ഈ കർഷകരൊന്നും തന്നെ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ആനുകൂല്യം മുടങ്ങിയത് ഉൾപ്പെടെ, അതായത് ഒരുമിച്ച് തന്നെ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറെടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ആനുകൂല്യം നിഷേധിക്കുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ കർഷകരായിട്ടുള്ളവർ ആനുകൂല്യം ഏതെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം. സ്റ്റാറ്റസിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെ ആനുകൂല്യം മുടങ്ങിയവരുടെ പ്രധാന കാരണം ആധാർ ബാങ്ക് അക്കൗണ്ട് CD ചെയ്യാത്തതാണ്, പരസ്പരം ലിങ്ക് ചെയ്യാത്തതാണ്. ഇത് കൃത്യമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ബ്രാഞ്ച് സന്ദർശിച്ച് CD ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അത് പരാജയപ്പെടുന്ന പക്ഷമാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് CD ചെയ്തിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം നിക്ഷേപിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 മാസത്തെ 8,000 രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. കുടിശ്ശിക പെൻഷൻ വിതരണത്തിൽ വലിയൊരു ഭീമമായ തുക തന്നെ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇടവേളകളിൽ മാസങ്ങളെടുത്ത് തന്നെയാണ് ഈ കുടിശ്ശിക വന്നിട്ടുള്ളത് നികത്താൻ സർക്കാരിൻ്റെ ആലോചന. നിലവിൽ ജനുവരി മാസമാണെങ്കിൽ പോലും ഒരു മാസത്തെ പെൻഷൻ, അതായത് മുടങ്ങിയിട്ടുള്ള നമുക്കിനി ലഭിക്കേണ്ട സെപ്റ്റംബർ മാസത്തേക്ക് ആനുകൂല്യമായിരിക്കും അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുക. അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. ഒരുമിച്ച് ആനുകൂല്യം ലഭിക്കുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇനി അത് മാത്രമല്ല, വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സംവരണ സ്ഥാപനത്തിൽ ഇപ്പോൾ ഹാജരാക്കാനുള്ള അവസരം കൂടിയാണ്. 2024 പെൻഷൻ അനുവദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മൾ ഈ രേഖകൾ കൃത്യമായിട്ട് സർക്കാരിനെ ഏൽപ്പിക്കുകയും വേണം. ഓരോ തദ്ദേശ സംവരണ സ്ഥാപനത്തിലും അവസാന തീയതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. എങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ച് രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. 2024 ജനുവരി 1-ന് 60 വയസ്സ് പൂർത്തിയായവർ ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവധിയാണ് ബാധകമാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് അറിയിക്കുന്നതനുസരിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകമാകുന്നത്. ഉച്ചവരെ അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് എങ്കിലും ഉച്ചയ്ക്ക് ശേഷവും വിവിധ സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസുകൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കും. അതോടൊപ്പം തന്നെ ഗ്രാമീണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സേവനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. ആധാർ കാർഡ് മൊബൈൽ നമ്പർ കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ല എങ്കിൽ കൃത്യമായിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്ത് പുതിയ മൊബൈൽ നമ്പർ ചേർക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.